പശ്ചിമബംഗാളിൽ നിന്ന് ട്രെയിനിൽ 12 കിലോ കഞ്ചാവ് എത്തിച്ച കേസിൽ 2 പേർ പിടിയിൽ. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ റൈഫുൽ മൊണ്ടാൽ, പർവേജ് മൊണ്ടാൽ എന്നിവർ അറസ്റ്റിലായത്. നമുക്ക് ഷുക്കൂർ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. ഷുക്കൂർ, ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ ശക്തമായി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 പേർ പശ്ചിമബംഗാളിൽ നിന്നുള്ള 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. എപ്പോഴാണ്, എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടെ നിന്നും വോട്ട് ചെയ്യാനായി അങ്ങോട്ട് പോവുകയും പിന്നീട് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ആളുകൾ വഴി ഈ ലഹരി വസ്തുക്കൾ കടത്തുന്നു എന്ന് നേരത്തെ തന്നെ പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന വളരെ ശക്തവുമാണ്. ഇന്നിപ്പോൾ രാവിലെ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ അങ്കമാലിയിൽ വന്നിറങ്ങിയ പ്രതികളെ സാഹസികമായാണ് അങ്കമാലി പോലീസും ഡാൻസ് ഓഫ് ടീമംഗളും ചേർന്ന് പിടികൂടിയത്. പശ്ചിമബംഗാൾ സ്വദേശികളായ റൈഫുൽ മൊണ്ടാൽ, പർവേഷ് മൊണ്ടാൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 12 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 2 ബാഗുകളിലായാണ് ഈ 12 കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പശ്ചിമബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തി അവിടെ നിന്നും മറ്റൊരു ട്രെയിനിലാണ് ഇവർ ഈ കഞ്ചാവ് കേരളത്തിലെത്തിച്ചത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നേരത്തെ ആലുവ റെയിൽവേ സ്റ്റേഷൻ വഴിയായിരുന്നു ഇവർ കഞ്ചാവ് കടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആലുവയിൽ പിന്നീട് പോലീസിന്റെ പരിശോധന ശക്തമായി. തുടർന്ന് ഇപ്പോൾ അങ്കമാലി സ്റ്റേഷൻ വഴി കടത്തുന്നു എന്നൊരു വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പരിശോധന അങ്കമാലിയിൽ തന്നെ നടത്തിയത്. അവിടെയാണ് ഇപ്പോൾ 12 കിലോ കഞ്ചാവ് പിടികൂടിയത്.